ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പോൾ ഇത് രണ്ടാളും ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയാണ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറുതായിട്ടൊരു പർച്ചേസ് അല്ലേ? അതെ, രണ്ടുപേർക്കും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സർപ്രൈസ് ഒന്നും ഇപ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ കൊടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അതെ, അതാണ് ഇപ്പൊ ഞങ്ങൾ പ്ലാന്. എന്തായാലും പോയി നോക്കാം. ആ പിച്ചാനെയും കൊണ്ടുവന്നത് പിറ്റിക്കാണ് കേട്ടോ. ഇനി ഇച്ചാക്ക് ഇവിടെ നടക്കും. ഞാൻ ആലോചിക്കുക എത്ര രൂപ എടുക്കണമെന്ന്. ഇപ്പൊ എന്തായാലും ഇച്ചാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഷർട്ടും ഒരു ടീഷർട്ടും കൂടി എടുക്കണം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നടക്ക്. ഞാൻ ഓപ്ഷൻസ് തരാം. ഷർട്ട്, ടീഷർട്ട്, ഷൂ, ഏതിനു വേണ്ട ഇച്ചാക്ക്? മൂന്നും പറയാൻ പാടില്ല, രണ്ടെണ്ണം പറയാം. അതില് ഒരെണ്ണം ഉമ്മച്ചി മാപ്പച്ചിയാണ്, ഒരെണ്ണം ഞാനാണ്. അതിൽ രണ്ട് ഓപ്ഷൻസ് പറയാം. അങ്ങനെയാണെങ്കിൽ ഷർട്ട് ഇപ്പൊ വേണ്ട, ടീഷർട്ട് എടുക്കാം, ഷൂ എടുക്കാം. അപ്പൊ നമുക്ക് പോവാല്ലേ? ഉച്ചക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിലെടുത്തോ, ശേഷം നോക്കണ്ട. അതെ, എന്തായാലും പോയോക്കാം. അപ്പൊ അതിന് ടീഷർട്ട് നോക്കാം അല്ലേ? 1000 2000 ബില്ല് എത്ര കാണിച്ചു കൊടുക്കുക? അപ്പൊ അതെ, അടുത്ത സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇച്ചാക്ക് ഇനി ഇവിടുന്ന് ഷൂ നോക്കണം. വില കൂടിയ ഷൂ. ആ, ഇച്ചാക്ക് ഇഷ്ടപ്പെട്ട എടുത്താ ഗിഫ്റ്റല്ലേ? അത്ര ഉണ്ട് കേട്ടോ, അങ്ങോട്ടങ്ങോട്ട് പോണ്ട. എന്നെയും കൂടെ ആലോചിക്കണം, എന്നിട്ട് എടുക്കാട്ടാ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്താണ് സെലക്ട് ചെയ്യണം നമുക്ക് നോക്കാം. ഒരു ടീഷർട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഷർട്ട് ചോദിച്ചപ്പോൾ ഷർട്ട് ഇച്ചാക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായാലും നോക്കാം. ഷൂ എങ്ങനത്തെ വേണ്ട വെച്ചാ എങ്ങനത്തെ വേണ്ടത്? ഞാൻ വിചാരിച്ചു ഷൂ എടുക്കാൻ പോയി ലൈറ്റ് ഇടാൻ പോയി. അപ്പതേ അടിപൊളി ഷൂ ഒക്കെ ഇവിടെ ഉണ്ട്. അതെ, ഈ ഭാഗത്തൊന്നും എടുക്കണ്ട. ഓയിച്ചാ ബ്രാൻഡ് തന്നെ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. സെലക്ട് ചെയ്തോളൂ. വൈറ്റ് മാക്സിമം ഒഴിവാക്കാം, കാരണം ഇപ്പൊ മഴക്കാലാണ്. കഴുകേണ്ടത് ഞാനുമാണ്. ചാക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടോ? ഇതിനൊക്കെ എത്ര റേറ്റ്? വൈറ്റ് അതാണ് പ്രശ്നം. എടുക്കണം എടുത്ത ചാക്ക് ഇഷ്ടമായിട്ടാണ് എടുത്താ, അല്ലെങ്കിൽ വൈറ്റ് അല്ലല്ലോ. എങ്ങനെയുണ്ട്? പറ്റില്ലേ? കംഫർട്ട് അല്ല? ഹാപ്പി ലിസിന? പിന്നെ ഞാൻ ഹാപ്പിയാണ്. ഇഷ്ടമായോ രണ്ടെണ്ണം? ഇതെനിക്ക് സർപ്രൈസ് ഒക്കെ ആയിട്ട് എനിക്ക് തരാം. ഈ സർപ്രൈസ് ആയിട്ട് തരുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല.
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്ന പോലെ അങ്ങനെ സർപ്രൈസ് ആയിട്ട് തരാവുന്നതാണ്. പക്ഷെ ചില പിച്ചാക്ക് അത് കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇച്ചത് യൂസ് ചെയ്യില്ല, വെറുതെ അവിടെ വെക്കും. അതുകൊണ്ടാണ് ഞാൻ പിച്ചാനെ കൊണ്ടുവന്നത്. ഇഷ്ടപ്പെട്ടില്ലേ? സെറ്റല്ലേ? ഇടൂല ഇനി ഇത് ഇട്ടിട്ട് നമുക്ക് വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും. ഇനി അടുത്ത് അച്ചീനാക്ക്. ഇപ്രാവശ്യം ഞങ്ങൾ സർപ്രൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ഇല്ല. വേണ്ട സാധനങ്ങൾ അവനാ വാങ്ങുക, അവനെ വാങ്ങിയിട്ട് ഓപ്പോസിറ്റ് ആള് ബില്ല് കൊടുക്കുക. അതെ, ഇപ്രാവശ്യത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇച്ചക്ക് വേണ്ടത് ഇച്ച സെലക്ട് ചെയ്യും. ഇച്ചക്ക് എന്ത് വേണേലും ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇച്ച സെലക്ട് ചെയ്യാ, ഞാൻ ബില്ല് കൊടുക്കാം. ഇനി ഞാൻ സെലക്ട് ചെയ്യും, ഇച്ച ബില്ല് കൊടുക്കും. ഇതാണ് ഇപ്പൊ നമ്മളുടെ അല്ലേ? അതെ, വന്നിട്ടുള്ള അച്ചീനാന്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് സ്റ്റുഡിയോ. ഫേവറേറ്റ് ഒന്നല്ല, എനിക്ക് ആകെ ഇവിടെ നിന്ന് ഈ മലപ്പുറത്ത് സുഖിയോന്ന് ആകെ കല്യാണം കഴിഞ്ഞ ടൈമിനാണ് ഞാൻ കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞത്. എല്ലാം കഴിഞ്ഞ ആ ഒരു ടൈമിൽ എനിക്ക് ടോപ്പും കാര്യങ്ങളും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഇവിടെ വന്നാലെങ്കിൽ തീരെ കിട്ടാറില്ല. ഇന്ന് കിട്ടുമോ നോക്കാം. അങ്ങനെ എന്ന് വെച്ചാൽ ഇവിടുന്ന് വാങ്ങാം അല്ലേ? നോക്കട്ടെ. എനിക്ക് ഇഷ്ടമായി, പക്ഷെ വൈറ്റ് കാരണേ ഇത് ബാക്കിൽ കണ്ടുവരാം. വൈറ്റ് കാരണം കൊറേ വൈറ്റ് ആയതുകൊണ്ട് നോക്കട്ടെ. ബില്ല് കൊടുത്തോ? ഇല്ല, ആ സർപ്രൈസ് എനിക്ക് വേണ്ട. ഇനി ബില്ല് ഇച്ച കൊടുക്കും. ഗൈസ്, കല്യാണത്തിന് ശേഷം രണ്ടാമത്തെ ആനിവേഴ്സറിക്കാണ് ഇവിടെ നിന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടിയത്. ഇതുവരെയും കിട്ടാത്ത ഇവിടെ നിന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഗ്രാൻഡ് പർച്ചേസിംഗ് കഴിഞ്ഞില്ല. അതെ, രണ്ടുപേരും വാങ്ങിക്കൊടുത്ത് ഞങ്ങള് ആനിവേഴ്സറി പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി ഒരു ചെറിയ കേക്ക് ഒക്കെ കട്ട് ചെയ്യണം അല്ലേ? ചെറുതായിട്ട് ലഘുവായിട്ടുള്ള അങ്ങനെ ഒരു ആനിവേഴ്സറി. അപ്പൊ ഇച്ചതേ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് താടി മുടിയൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പോണ് അല്ലേ? ആ, സെറ്റ് ചെയ്ത് വരാൻ പോണെന്ന്. ഓക്കെ, സെറ്റ് ചെയ്ത് കാണാം. അപ്പൊ ഇതാണ് മുടിയൊക്കെ വെട്ടിയിട്ടുള്ള ഒരു കോലം. അതെ, ഇന്ന് ജൂലൈ 9 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് ആയിരിക്കും ഇത്. ഞങ്ങളെ രണ്ടാമത്തെ അല്ലേ, 2 വർഷമായി ഞങ്ങൾ ഒരുമിച്ച്. രണ്ടാമത്തെ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിന് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് അല്ലേ? അപ്പൊ സെലിബ്രേഷൻ അല്ല, എന്നാലും നമുക്ക് ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി ഒരു ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹണി കേക്ക് പോണ്. ഹണി കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവിടേക്ക് പോണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെയാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് ബാക്കിയാണോ. അപ്പൊ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ രണ്ടാളും ഹണി കേക്കിൽ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കേക്ക് കട്ട് ചെയ്യാം. ചെറിയ കേക്ക് ഒന്ന് നമുക്ക് പോയേക്കാം. എടുക്കണേ. നമ്മളെ കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാക്കും കൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യല്ലേ? എടുക്കുമ്പോ ചെറുതാവുണ്ടല്ലോ നോക്കിയേ.
അതൊന്നും ഇല്ല. പിന്നെ കഴിഞ്ഞിട്ടാണ് നോക്കണത്. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. 2 വർഷമല്ലേ? 2 വർഷം. മാഷാ അല്ലാ. നീ ഇതേപോലെ കുറെ വർഷം ഒന്നിച്ച് ജീവിക്കട്ടെ അല്ലേ? വേണോന്നായിരിക്കും ചെക്കപ്പേ. ഇതുപോലെ അടിപൊളിയായിട്ട് പോട്ടെ. സ്ട്രോബെറിയുടെ കേക്ക് ഉണ്ട് ഓർഡർ ചെയ്തത്. നല്ല രസമുണ്ട്. കഴിക്കാതെ ഒരു ഫ്ലേവർ പോലത്തെ അല്ലേ? അല്ല, അങ്ങനൊന്നുമില്ല. എന്തായാലും നല്ല രസമുണ്ട്. ജെല്ലി പോലൊക്കെ എനിക്ക് തോന്നുന്നു. പകുതി ക്ലിയറാണ്. അപ്പൊ ഞങ്ങളെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫുൾ ആയിട്ട് കഴിച്ച് വേണ്ടത് പുളിപ്പില്ലേ? ഇതധികം മധുരില്ല. കഴിച്ചിട്ടല്ലേ ബ്ലറായിരിക്കാം. ഇത്ര നേരം ബ്ലറായിരുന്നു വെച്ചാ നമ്മളെല്ലാരും നോക്കൂലേ. രണ്ടാമത്തെ ആനിവേഴ്സറി ഇതൊക്കെ തന്നെ പറയണ്ട. ഓ രണ്ടാമത്തായില്ലേ രണ്ടാമത്തായിട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അടുത്ത പ്രാവശ്യം ഒറ്റക്ക് ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞിട്ട് കേക്ക് കട്ടിങ് പോകും. ഞാനോ? എന്താല്ലേ സ്നേഹമില്ലാത്ത. ഫുള്ള് കഴിച്ചു കഴിയട്ടെ എന്നിട്ട് കാണാം. അൽഫാമൊക്കെ മയോണൈസ് മുക്ക് തിന്നുമ്പോൾ കാണിക്കും. പിന്നെ ഇച്ചത് കയ്പായിരിക്കും. ഇല്ല എന്തായാലും നല്ല കേക്ക്. അതെനിക്ക് മതി. രണ്ടാമത്തെ അനുസരിച്ച് നല്ലതല്ലായിട്ട് പോകുള്ളൂ. ഫിനിഷ് ആയിട്ടോ? പീസും കൂടെ അറിയില്ലേ? അതല്ലേ പോകുള്ളൂ. ഹാപ്പി ആനിവേഴ്സറി. ഇനി എന്താ പരിപാടിയും ഉച്ചക്ക് ലീവ് ഒന്നും ഇല്ലാതെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ട്രിപ്പൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? ഇൻഷാ അല്ലാ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാലത്ത് ഞായറാഴ്ച ഞങ്ങൾ ആനിവേഴ്സറി പോകണമെങ്കിൽ അല്ല വരികയാണെങ്കിൽ ഞങ്ങൾ അന്ന് പോലെ എന്ത് ഇനി അത് എത്ര നാള് കഴിയണം? ഒരു 5 കൊല്ലം കഴിയണം. കാരണം നമ്മളെ കല്യാണം തന്നെ ഞായറാഴ്ച ആയിരുന്നില്ലേ? ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ടായിരുന്നു അല്ലേ? ഞായറാഴ്ച ആയിരുന്നു. ഇപ്പിനി ആനിവേഴ്സറി ബുധനാഴ്ച. ഇനിയൊക്കെ ഞായറാഴ്ചക്ക് നേരാൻ അതിന് മുന്നേ ഞങ്ങൾ ഇൻഷാ അല്ലാ ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുന്നതായിരിക്കും. പോകും ഗൈസ്. ഇപ്പം എന്താ ഇപ്രാവശ്യം ട്രിപ്പില്ലല്ലോ? ഇപ്രാവശ്യം ആനിവേഴ്സറിയുടെ ആയിട്ട് ട്രിപ്പില്ല. പക്ഷെ ഇൻഷാ അല്ലാ സൂൺ ഞങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കും. ഇതൊരു നടക്കി പോകൂല. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മ നേരെ വീട്ടിലോട്ട് അല്ലേ? വേറെ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലെ? ഞങ്ങൾ രണ്ടുപേരും തീരെ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു സംഭവമാണ്. അതെ, രണ്ടുപേർക്ക് നന്നായിട്ട് വയറുണ്ട്. അതെ, നല്ലപോലെ വയറുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് നമ്മള് തമ്മിൽ അല്ലെ എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് വേണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ വയറ് ഉറക്കാം, അതേപോലെ അത്യാവശ്യം ഒരു ഡയറ്റിലൊക്കെ ഒന്ന് പോവാന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താവും എന്നൊന്നും അറിയില്ല. ബാക്കിയുള്ള വീഡിയോസിലൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ഒരു 3 മാസത്തിനുള്ളിൽ വയറെടുക്കാം അല്ലെ? അങ്ങനെ പറയാം. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ വയറെടുക്കാന്നല്ല. കുറച്ച് ടൈമൊക്കെ എടുത്ത് ഒരു 3 മാസം ഞങ്ങൾക്കായിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വയറിറക്കണം. വയറ് നന്നായിട്ട് കുറയുന്നൊന്നുമല്ല, എന്നാലും ഇപ്പൊ രണ്ടുപേർക്കും അത്യാവശ്യം ഉണ്ട്. അപ്പൊ അതൊന്ന് കുറച്ച് കുറക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഒരു തീരുമാനം എടുത്തിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ വെഡിങ് ആനിവേഴ്സറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കണ്ടിന്യൂ വീഡിയോ ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.